വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ സങ്കീർത്തനം 116, 12, 13 പലപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് പറയാറുണ്ട്. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി ഈ ചോദ്യം കർത്താവിനോട് നേരിട്ട് ചോദിച്ചു. കർത്താവേ, അങ്ങ് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? യേശു മറുപടി പറഞ്ഞു, ഭക്തിപൂർവം ദിവ്യബലിയിൽ സംബന്ധിക്കുക, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. എന്തായിരിക്കണം ഇതിൻ്റെ അർത്ഥം? ഒരു ദിവ്യബലി എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ജീവിതം മുഴുവൻ നമ്മുടെ അൾത്താരയിൽ ആവർത്തിക്കുന്ന ഒരു ആരാധനയാണ്, ശുശ്രൂഷയാണ്. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം ഈശോ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. എൻ്റെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ഓർമ്മയാണ്. യേശുവിൻ്റെ മനുഷ്യാവതാരം, അതും കന്നുകാലിത്തൊഴുത്തിലുള്ള ജനനം പോരാ, അമ്മയുടെ ഉദരത്തിൽ സ്വയം ശൂന്യവൽക്കരണം ചെയ്ത് പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ ദാസനായി അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു തൊട്ട് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള യേശുവിൻ്റെ ജീവിതം, അതാണ് യേശുവിൻ്റെ മുഴുവൻ ജീവിതം. യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ഒരു ആവർത്തനം പോലെയാണ് വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് അനന്ത യോഗ്യതയാണുള്ളത്. അമ്മ ത്രേസ്യ പുണ്യവതിയോട് ഈശോ പറഞ്ഞു, എങ്ങനെയാണ് നിരന്തരമായ ദൈവ പരിപാലനയ്ക്കും അനുഗ്രഹത്തിനും നന്ദി പറയുക? ഒരു ദിവ്യബലിയിൽ സജീവമായി പൂർണ്ണമായി സംബന്ധിക്കുക, ദിവ്യബലിയിൽ സംബന്ധിക്കുന്നതിൽ ആനന്ദിക്കുക. അത് അനന്തമൂല്യമുള്ള ഒരു ശുശ്രൂഷയാണ്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. കെനിയയിൽ കലിമോണി എന്ന ഒരു ഇടവക, അവിടെ ജോലി ചെയ്യുന്ന ഒരു വിൻസെൻഷൻ വൈദികൻ മരിക്കാൻ കിടക്കുന്ന ഒരു എയ്ഡ്സ് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അന്ത്യകുദാശ കൊടുക്കണം, കുർബാന കൊടുക്കണം, അതിനുവേണ്ടിയാണ് പോയത്. ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ശവക്കുഴിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്ന കേസാണ്. എന്നാൽ അച്ഛൻ അന്ത്യകുദാശ കൊടുക്കാൻ തോന്നിയില്ല, മറിച്ച് കുർബാന കൊടുക്കുവാൻ കൊണ്ടുപോയ തിരുവോസ്തി മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് അത് മുറിച്ച് ഒരു ഭാഗം നാവിൽ വെച്ചു കൊടുത്തു. ആ തിരുവോസ്തി അലിയിച്ച് ഇറങ്ങിപ്പോകണമെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അച്ഛൻ പോയി. അന്ന് തന്നെ ആ സ്ത്രീ എഴുന്നേറ്റിരുന്നു അത്രേ. ഏതാനും ദിവസങ്ങൾക്കകലം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഇപ്പോൾ കെനിയയിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരിൽ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. ഈ കാര്യം എന്നോട് പങ്കുവെച്ചത് ആ വൈദിക് വിൻസെൻഷൻ വൈദികൻ ഇപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഫാദർ വിൻസെൻ്റ് റാത്തപ്പള്ളിയാണ്. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയുടെ ഓരോ തരിയിലും പൂർണ്ണതയിൽ യേശുക്രിസ്തു വസിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നു, പാപികൾക്ക് പാപമോചനം കൊടുക്കുന്നു, വിശ്വസിക്കുന്ന എല്ലാവർക്കും
പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അത് കുർബാന കൈക്കൊള്ളുമ്പോൾ മാത്രമല്ല, പിന്നീട് ഇതുപോലെ ആ വിശ്വാസം ഏറ്റുപറയുമ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം സജീവമാകും എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നിരന്തരമായ ഒരു സജീവമായ ദൈവസാന്നിധ്യം വിശുദ്ധ കുർബാന വഴി നമുക്ക് നൽകുന്നു എന്ന വാഗ്ദാനം എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആത്മീയ ജീവന്റെ അപ്പമായി നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. പ്രിയപ്പെട്ടവരെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വിവിധ മേഖലകളിൽ പ്രതിസന്ധി, സംശയത്തിൻ്റെ പീഡ ഇതൊക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ദൈവം അനുവദിച്ചിട്ടാണ് സംശയത്തിൻ്റെ പൈശാചിക പീഡ ഒരാളെ അലട്ടുന്നത്. ആ മേഖലയിൽ ആത്മീയ അന്വേഷണം നടത്തി കണ്ടെത്തി ജനത്തിൻ്റെ മുമ്പിൽ വിശ്വാസം പ്രഖ്യാപിക്കണം, സാക്ഷ്യപ്പെടുത്തണം. എനിക്ക് വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ യേശു ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയത്തിൻ്റെ പീഡ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ഞാൻ കരിസ്മാറ്റിക് ധ്യാനം നടത്തിക്കൊണ്ടിരുന്നു, വൈദികരുടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2-3 പേരുടെ ടീമിൽ രഹസ്യമായ ആ പീഡ ഒരാളോടോ മറ്റോ പങ്കുവെച്ചിട്ടുള്ളൂ. എൻ്റെ പ്രശ്നത്തിന് ഉത്തരം തരാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ വൈദികനായിട്ട് 8 കൊല്ലങ്ങൾക്ക് ശേഷം 1984 ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് റോമിൽ 6000 വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനം, 100 മെത്രാന്മാരും ഏതാനും കർദിനാൾമാരും സംബന്ധിച്ച ധ്യാനം. മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ ഒരു സെഷൻ വചനപ്രഘോഷണവും ശുശ്രൂഷയും നടത്തിയ ധ്യാനം. 5 ദിവസത്തെ ധ്യാനത്തിൽ 4-ാം ദിവസം വിശുദ്ധ കുർബാനയുടെ 1.5 മണിക്കൂർ സമയം മുഴുവൻ എപ്പോൾ കണ്ണടച്ചാലും ഒരു വെള്ളച്ചാട്ടം പോലെ, ഒരു നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതിയിൽ ഒരു വെള്ളച്ചാട്ടം ദർശനത്തിൽ കാണാൻ തുടങ്ങി. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഒരു ശാന്ത മധുരമായ ഒരു വെള്ളച്ചാട്ടം, ഒരു വെള്ളം കുത്തി ഒഴുകുന്ന പോലെയൊന്നുമല്ല, വളരെ ഒരു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖം തോന്നും. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ദർശനമാണ് ഞാൻ കണ്ണടയ്ക്കുമ്പോഴൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. 1.5 മണിക്കൂർ നേരത്തെ ദിവ്യബലിയുടെ അവസാനമായപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ദർശനത്തിൻ്റെ വ്യാഖ്യാനവും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. ഓരോ ദിവ്യബലിയിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുക്കത്തോടെ, ദാഹത്തോടെ ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെയും യോഗ്യതയാൽ പരിശുദ്ധാത്മാഭിഷേകം ഓരോ ദിവ്യബലിയിലും ആരംഭം തൊട്ട് അവസാനം വരെ നൽകിക്കൊണ്ടിരിക്കും. ഇത് ഒരു ദർശനം ആണ് ഞാൻ കണ്ടത്. 1.5 മണിക്കൂർ നേരം ഇടവിട്ട്. പക്ഷെ വർഷങ്ങളായിട്ടുള്ള കുർബാനയിൽ കർത്താവ് ഉണ്ടോ, ഈശോ സന്നിഹിതനാണോ എന്ന സംശയത്തിൻ്റെ പൈശാചിക പീഡ അവിടെ വെച്ച് വിട്ടുപോയി. പല സമ്മേളനങ്ങളിലും പിന്നീട് ഞാൻ സാക്ഷ്യപ്പെടുത്തി. യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ ഒരു അവതരണമാണല്ലോ വിശുദ്ധ കുർബാന. യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ യോഗ്യതയിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നവർക്കും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. അതുവഴി മറ്റ് അനുഗ്രഹങ്ങളും അവർക്ക് സംസിദ്ധമാകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹസ്വരൂപനാം യേശു, ദിവ്യകാരുണ്യമായോസ്തിയിൽ വാഴുന്ന സ്നേഹസ്വരൂപനാം
വചന പ്രഘോഷകനായ ഒരു അൽമായ സഹോദരൻ്റെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഒരു വേള ആ ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വരം അദ്ദേഹം ശ്രവിക്കുകയുണ്ടായി. ദിവ്യകാരുണ്യം ഉയർത്തി കുട്ടികളെ ആശീർവദിക്കുക എന്ന് പറയാൻ. അത് കൂടെയുള്ള അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ദിവ്യകാരുണ്യം ഉയർത്തി ആശീർവദിച്ചു. ആ ഗ്രൂപ്പിൽ ജന്മന വിക്കുള്ള ഒരു കുട്ടി പെട്ടെന്ന് ആ വിക്ക് മാറി വളരെ സന്തോഷത്തോടെ അനർഗളമായി സംസാരിക്കുന്നത് അനേകം പേര് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവർ കേട്ടു. പിന്നീട് ആ കുട്ടിയോട് ചോദിച്ചു, എപ്പോഴാണ് നിൻ്റെ വിക്ക് മാറി ഇങ്ങനെ സംസാരിക്കാൻ ക്ലിയറായിട്ട് ശക്തി കിട്ടിയത്? ദിവ്യകാരുണ്യം ഉയർത്തി ആശീർവദിച്ചപ്പോഴാണെന്ന് ആ കുട്ടി സാക്ഷ്യപ്പെടുത്തി. യേശുവേ നന്ദി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം യെശയ്യാ 35 പറയുന്നു, അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും യേശു വരുമ്പോൾ, രക്ഷകൻ വരുമ്പോൾ. ചെകിടന്മാരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. മൂകന്മാരുടെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതർ. ഹല്ലേലൂയ. മരിച്ചവർ ഉയർക്കും, മുടന്തന്മാർ മാനിനെ പോലെ കുതിച്ചു ചാടും, വരണ്ട ഭൂമി ജലാശയമായി മാറും. യേശു കടന്നു വരുമ്പോൾ വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ ദൈവം കടന്നു വന്ന് അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മാഭിഷേകം, ആന്തരിക സൗഖ്യം, ദൈവസ്നേഹാനുഭവം ഇവയെല്ലാം നൽകുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ആത്മീയ ജീവന്റെ ഭോജ്യമേ, സ്വർഗീയ ജീവന്റെ ഭോജ്യമേ, നിത്യമാം ജീവന്റെ ഭോജ്യമേ, ആരാധന ആരാധന. ആന്ധ്രാപ്രദേശിലെ അവിട്ടപ്പള്ളി എന്ന സ്ഥലത്തുനിന്ന് തുടർച്ചയായ ഫോൺ കോളുകൾ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവിടെ വിശുദ്ധനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു, ജോസഫ് തമ്പി. അദ്ദേഹത്തിൻ്റെ ചരമദിനം അല്ലെങ്കിൽ മരണത്തിരുന്നാളിന് 20,000 പേരൊക്കെ കൂടുമായിരുന്നു അത്രേ. അത് നാനാജാതി മതസ്ഥര്. പ്രസംഗിക്കാൻ ആളില്ല, എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരണമെന്ന് അവർ കെഞ്ചി പറഞ്ഞു. ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ വിൻസെൻഷ്യൻ സഭയിൽപ്പെട്ട വൈദികരുണ്ടായിരുന്നു, ഫ്രാൻസിസ്കൻ കപ്പുച്ചൻ വൈദികർ മലയാളികളുണ്ടായിരുന്നു, FCC സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം പറയാനുള്ള ഒരു പ്രത്യേക കാര്യം ഇതായിരുന്നു: ജോസഫ് തമ്പി ജീവിച്ചിരുന്ന അതേ കാലത്ത് കോൺടെമ്പററി ഒരു സ്ത്രീ 28 കൊല്ലം വിശുദ്ധ കുർബാന കൊണ്ട് മാത്രം ജീവിച്ചു. വിശുദ്ധ കുർബാനയിലെ ഒരു തിരുവോസ്തി മാത്രം. അവസാനത്തെ 3 കൊല്ലം കിടപ്പായിരുന്നു. അച്ഛന്മാരാരെങ്കിലും ഓരോ ദിവസവും വിശുദ്ധ കുർബാന എത്തിച്ചു കൊടുക്കുമായിരുന്നു. അമേരിക്കയിലെ കാലിഫോർണിയയിലെ സാൻഹോസയിൽ ഒരു ധ്യാനം നടത്തുമ്പോൾ ഒരു വൈകുന്നേര ശുശ്രൂഷയാണ്. പള്ളി നിറച്ച് വെള്ളക്കാരാണ്, സ്പാനിഷ് കാത്തലിക്സ്. ആ പള്ളിയുടെ ഒരു സൈഡിൽ 4 ഇന്ത്യൻ മുഖങ്ങൾ കണ്ടു, ചെറുപ്പക്കാരാണ്. ശുശ്രൂഷ കഴിഞ്ഞപ്പം അവർ നേരിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ അവിട്ടപ്പള്ളിയിൽ 28 കൊല്ലമായിട്ട് കുർബാന കൊണ്ട് മാത്രം ജീവിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒരു യുവാവ് പറഞ്ഞു, അത് എൻ്റെ ആൻറ്റിയാണ്. ഞാൻ ചോദിച്ചു, പേരെന്താണ്? ക്ലാര. അപ്പോൾ ആ കേട്ട കാര്യം നേരിട്ട് ആളെ കണ്ടില്ലെങ്കിലും ഒരു കൺഫർമേഷൻ, ദൈവം ചെയ്യുന്ന വൻകാര്യങ്ങൾ, യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് വർഷങ്ങൾ ജീവിക്കുക. ഇതേ അനുഭവമുള്ള വേറെ അനേകം പേര് സഭയുടെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കാലയളവിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമുള്ള സ്നേഹവും വിശ്വാസവും അനേകർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ
വർഷിച്ചുകൊണ്ട് ദൈവം വഴി നടത്തുന്ന ഈ രീതി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:29. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. 1:33 പറയുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. വിശുദ്ധ കുർബാന ഈശോ തന്നെയാണ്. ഈശോ നമ്മുടെ പാപങ്ങൾ നീക്കിക്കളയും, നമുക്ക് പാപമോചനം നൽകുന്നു. പാപത്തിനെതിരായി ഉണർന്നു നിൽക്കാനുള്ള പരിശുദ്ധാത്മാഭിഷേകവും വചനാഭിഷേകവും നൽകും. അവിടുന്ന് നമ്മളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. യൂറോപ്പിൽ ധ്യാനിപ്പിക്കാൻ പോയ അവസരത്തിൽ വളരെ അത്ഭുതത്തോടെ പരിചയപ്പെടാൻ ഇടയാക്കിയ ഒരു വ്യക്തിയാണ് സ്വിറ്റ്സർലൻഡിൻ്റെ പേട്രൺ സെയിൻ്റായ സെയിൻറ്റ് നിക്കോളാസ്. അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു, പടയാളിയായിരുന്നു, ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു, വലിയ ജനസ്വാധീനം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. 50 വയസ്സ് കഴിഞ്ഞ ശേഷം ഒരു സന്യാസിയെപ്പോലെ ഒക്കെ വളരെ പ്രായശ്ചിത്ത മനോഭാവത്തോടെ ജീവിച്ചു എന്നും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 20 വർഷക്കാലം അദ്ദേഹം ആഴ്ചയിൽ 2 ദിവസം മാത്രം അവരുടെ ഇടവകയിൽ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കുർബാന സ്വീകരിക്കുക, ബാക്കി ഭക്ഷണം കൂടാതെ ജീവിച്ചു എന്ന് വായിക്കാനിടയായി. ഹിറ്റ്ലർ യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിച്ച് കൊണ്ടിരുന്ന കാലം, സ്വിറ്റ്സർലൻഡിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു അത്രേ. പെട്ടെന്ന് ആകാശത്തിൽ 2 കരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കണ്ടു എന്നും അത് സെൻറ്റ് നിക്കോളാസിൻ്റേതായിരുന്നു എന്ന് തിരിച്ചറിയുകയും യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്ന ഒരു സംഭവം വിവരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തന്നെ നിർണായക വിഗതികൾ നിയന്ത്രിക്കുവാൻ പോലും സെൻറ്റ് നിക്കോളാസിനെ പോലുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ രാജ്യം ഗ്രൂപ്പ് വഴക്കിൽ ഭിന്നിച്ചു പോകുന്നൊരു കാലഘട്ടത്തിൽ സെൻറ്റ് നിക്കോളാസ് അന്ന് ഇടപെടുകയും നല്ല ഉപദേശം കൊടുക്കുകയും വഴക്ക് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നും വായിക്കാൻ ഇടവന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഭക്തി ഉണ്ടായിരുന്ന സെൻറ്റ് നിക്കോളാസിന് അങ്ങനെ വലിയ അഭിഷേകം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും തുടർന്നും ഉണ്ടായി അത്രേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. മർത്യകുലത്തിനു രക്ഷയേകാൻ സ്വർഗ സൗഭാഗ്യം കനിഞ്ഞു നൽകി മർത്യനായി ഭൂമിയിൽ വന്നു നാഥൻ നിത്യവും നമ്മോടു കൂടെ വാഴാൻ. നമ്മുടെ മലയാളം നാടിനെ, കേരളത്തെ ദൈവം അത്യധികമായി സ്നേഹിക്കുന്നു. മാർത്തോമാ ശ്ലീഹായെ കേരളത്തിലേക്ക് വിട്ടു, ഇവിടെ സഭ സ്ഥാപിച്ചു. ആ കേരള സഭയിൽ ഒരു പുതിയ ഉണർവ്, ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്നതിനു വേണ്ടി ദൈവം തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ എന്ന ആ സ്ഥലത്തെ ദൈവം തിരഞ്ഞെടുത്തു. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ തിരുവോസ്തിയിൽ യേശുവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടുവെന്നും അനേകരെ വിശ്വാസത്തിൽ ഉണർത്താൻ അത് കാരണമായെന്നും നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം നമ്മുടെ ഈ കാലഘട്ടത്തിന്
ഇവിടെ നൽകുകയാണ്. ഓരോ ധ്യാന മന്ദിരങ്ങളും കൺവെൻഷനുകളും തുടങ്ങുമ്പോഴും ദൈവം ചുറ്റുമുള്ള അനേകായിരങ്ങളെ പുതിയ അഭിഷേകം നൽകി ശുശ്രൂഷകരാക്കി സാക്ഷികളാക്കി മാറ്റുന്നു. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. യൂറോപ്പിൽ ധ്യാനിപ്പിക്കാൻ പോയ അവസരങ്ങളിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിൽ ഞങ്ങളുടെ ടീമംഗങ്ങൾ 2 പ്രാവശ്യം പോകാനിട വന്നു. അവിടെ AD 8-ാം നൂറ്റാണ്ടിൽ ഒരു വൈദികന് വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടോ എന്ന സംശയത്തിൻ്റെ പീഡ അനുഭവപ്പെട്ടു അത്രേ. ഒരു വേള വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അതേ സംശയത്തിൻ്റെ പീഡ വന്നു. പെട്ടെന്ന് വാഴ്ത്തിയ തിരുവോസ്തി ഹ്യൂമൻ ഫ്ലഷായി, മനുഷ്യ മാംസമായി മാറി. വീഞ്ഞ തിരുരക്തം മനുഷ്യരക്തമായി മാറി. ഇത് AD 8-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോൾ 14 നൂറ്റാണ്ട് കഴിഞ്ഞു. ആ രൂപാന്തരപ്പെട്ട അല്ലെങ്കിൽ മാംസമായി തീർന്ന തിരുവോസ്തയും രക്തമായി തീർന്ന വാഴ്ത്തിയ തിരുരക്തവും വീഞ്ഞും ഇപ്പോഴും ഒരു വലിയ സാക്ഷ്യമായി അവിടെ നിലകൊള്ളുന്നു. ലോകത്തിന് മുഴുവൻ ശാസ്ത്രീയമായ പരിശോധനകൾ കൊണ്ടെല്ലാം അത് യഥാർത്ഥത്തിൽ മനുഷ്യമാംസവും മനുഷ്യരക്തവുമാണെന്ന് തെളിയിച്ചു. വത്തിക്കാൻ അതിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകി. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ കുർബാനയിൽ തീഷ്ണതയോടെ, ഒരുക്കത്തോടെ, ദാഹത്തോടെ സംബന്ധിക്കുവാനും അനന്തയോഗ്യതയുള്ള ഈ ദിവ്യബലി 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. അങ്ങനെ ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായ യേശു വിശുദ്ധ കുർബാനയിൽ ഇന്ന് ലോകമെമ്പാടും ഏതാണ്ട് 4 ലക്ഷത്തോളം വൈദികർ അർപ്പിക്കുന്ന അനുദിന ദിവ്യബലിയിൽ ഈശോ കടന്നു വന്ന് മാനവരാശിയെ മുഴുവനും വീണ്ടും വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000 കൊല്ലമായി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്ന യേശു തിരുവോസ്തി രൂപനായി നമ്മുടെ സക്രാരിയിലും ദിവ്യകാരുണ്യത്തിലും വസിച്ചുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ച് ഈ തലമുറയെ പുനരുദ്ധരിക്കാൻ, പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് ഉണർത്തുവാൻ ദിവ്യനാഥൻ തിരുവോസ്തി രൂപനായി എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും എല്ലാ സക്രാരികളിലും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. നമുക്ക് വിശുദ്ധനായ അഭിവന്ദ്യനായ ഫുൾട്ടൻ ജേഷീൻ ചെയ്തതുപോലെ ഒരു തീരുമാനമെടുക്കുന്നത് നല്ലതാണ്. അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുന്ന അവസരത്തിൽ ഒരു എഴുത്തെഴുതി വെച്ചു. തീരുമാനം, പ്രതിജ്ഞ: എല്ലാ ദിവസവും 1 മണിക്കൂർ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആരാധനയായി ചെലവഴിക്കും. മരണം വരെ അദ്ദേഹം അത് പാലിച്ചു. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ടെലിവിഷൻ വചന പ്രഘോഷകനായി വിശുദ്ധ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെയും അനേകം വിശുദ്ധരുടെയും ഉത്തമ മാതൃകകൾ, ശ്രേഷ്ഠ മാതൃകകൾ പിഞ്ചെല്ലാം ലോകം മുഴുവനും വേണ്ടി, 750 കോടി ജനത്തിനു വേണ്ടി, ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാനും, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനും, ദൈവസ്നേഹം കൊണ്ട് നിറയാനും, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനും, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ദൈവം കൃപ നൽകട്ടെ. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ, എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ, അവൻ നിത്യജീവൻ ഉണ്ടാവും. സ്വർഗത്തിലെ നമ്മുടെ നിത്യകാല സൗഭാഗ്യത്തിന് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ ഈ ചെറിയ ജീവിതകാലത്തിലെ ഓരോ സഹനവും, ഓരോ പ്രാർത്ഥനയും, ഓരോ ശുശ്രൂഷയും നമുക്ക് തിരിച്ചുവിടാം. നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശാലോൻ ടിവിയെ പ്രേക്ഷകരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും പ്രേക്ഷിത പ്രവർത്തന ശക്തി കൊണ്ടും എല്ലാവരെയും നിറയ്ക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യമേ
ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,